auspicious occasion. Let us begin the function by evoking the blessings of Lord Almighty. Thank you, friends, for evoking God's blessing on behalf of us. With respect, I invite our headmaster, Reverend Father Johnson Abraham, to deliver the welcome speech. Our beloved Rahulji, we would like to call you our beloved brother Rahulji, Yogadeshan, Master of Dr. Vagisha Karakal, Mr. K.C. Vedugopal, Honorable MP, Mr. Jensen Puttamikil, Mr. I.C. Balakrishnan, MLA, Salvajati, ലക്ഷം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, മേപ്പാടി പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 84 വർഷമായി ശക്തവും വ്യക്തവുമായ സംഭാവന നൽകിയ വിദ്യാലയമാണ് മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂൾ. ഈ വിദ്യാലയ മുറ്റത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞുമക്കൾക്ക് അക്ഷരദീപം തെളിയിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ മേഖലകളിലെ കണ്ടെത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സമഗ്രമായ വളർച്ചയിലേക്ക് നയിക്കുവാനായിട്ട് വിദ്യാലയം ശ്രമിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ വീക്ഷണം തന്നെ ഒരു ശിശുവിന്റെ ഉള്ളിൽ ആത്മാവിനും ശരീരത്തിനും മനസ്സിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിച്ചെടുക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ള ഗാന്ധിയുടെ ആദർശം ഈ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. 150ാം ജന്മദിനം ആഘോഷിച്ചപ്പോൾ ഈ വിദ്യാലയത്തിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ.
രക്ഷിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ ഗാന്ധി ആദർശങ്ങളെ അവർ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ഉപന്യാസ മത്സരം, അതിൽ പങ്കെടുത്ത നൂറുകണക്കിന് രക്ഷിതാക്കളിൽ നിന്നും 25 തെരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകം അതിന്റെ ഉദാഹരണം മാത്രമാണ്. കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഗാന്ധി വരവും ഗാന്ധി ക്വിസുമെല്ലാം തന്നെ അതിന്റെ എല്ലാത്തിന്റെയും ഒരു പൂർണ്ണത ലഭിച്ചത് കുട്ടികളുടെ മനസ്സിൽ ഈ ഗാന്ധിയെക്കുറിച്ചുള്ള ആദർശങ്ങളും സ്നേഹവും എല്ലാം തന്നെ വർഷത്തിൽ 2 ദിവസമായിട്ട് ഒതുങ്ങി നിൽക്കാതെ ഈ വിദ്യാലയത്തിന്റെ പടിയിലേക്ക് ഇറങ്ങി വരുന്ന എല്ലാ ദിവസവും തന്നെ അവർക്കുണ്ടാകണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി വിദ്യാലയത്തിന്റെ കമാനത്തിൽ ഒരു ഗാന്ധി ശില്പം ഉണ്ടാക്കണമെന്ന കുട്ടികളുടെ ആഗ്രഹവും അധ്യാപകരെ ഞങ്ങൾ മനസ്സിലാക്കുകയും ആ സ്വപ്നം ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളോട് പങ്കുവെച്ചപ്പോൾ സ്നേഹതീരം 1984 ബാച്ച് അത് ഏറ്റെടുക്കുകയും ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ലക്ഷ്മൺ ടി വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്ത ഗാന്ധിയുടെ ശില്പമാണെന്ന് അനാച്ഛാദനം ചെയ്തത്. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ദിനമാണെന്ന് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ രാഘവൻജി, when you came here last time to see the people of Puthuvara, you told us that you are with us and you will be our friend. It was an inspiring words for us. And today we tell you that you are our brother and we want you to be with us, to be our voice in the parliament and to eradicate the poverty in India. Rahulji, with a heart full of joy and satisfaction, I extend a warm welcome to you. കോഴിക്കോട് അധ്യക്ഷൻ മോസ്റ്റർ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വിദ്യാഭ്യാസ വീക്ഷണമുള്ള വിദ്യാലയത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളെ എന്നും ഒരു പിതാവിന്റെ സ്നേഹത്തോടെ കരുതലോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിയുദ്ധ പിതാവാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. അഭിപിതാവിനെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഓണറബിൾ ബി കെ സി വേണുഗോപാൽ ആശംസ അർപ്പിക്കുവാനായിട്ട് കോർപ്പറേറ്റ് മാനേജർ ജെൻസൺ പുത്തൻവീട്ടിൽ, ഐ സി ബാലകൃഷ്ണൻ, സുമതി സർക്കാരെത്തി ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. With great honor and respect, we invite Bishop of Calicut Diocese, Most Reverend Dr. Varghese Chakkalekal, for the presidential address. Dear and respected Rahul Gandhi, Parliament member, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, dear Rahulji, we are very happy to have you amidst us. We, the people of Wayanad and Kerala, are very proud of you. And all of us pray for you every day. We pray for the leaders of the church. We pray for the leaders of the nation.
And so, we offer you to God the Father. May God shower on you His choicest blessings from heaven today, tomorrow, and all the days to come. And we are very proud of you because you are the guardian of our democracy. We are very proud of you because you are the guardian of our constitution. And you always protect the constitutional rights. You always speak for democracy, sovereignty, secularism, and socialism. You want to guard the constitution of this nation always. We are thankful to you for protecting this nation and also protecting all of us. May you grow, and you have grown as a great leader. We congratulate you in the name of all those who are present here. And God bless you. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു അനാച്ഛാദനം ചെയ്തു കഴിഞ്ഞു. ഗാന്ധി ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം ഇതായിരുന്നു: ഇന്ത്യയുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ഗ്രാമങ്ങളിലാണ്. The villages are the soul of India. നമ്മുടെ ഗ്രാമങ്ങളെ പരിരക്ഷിക്കുന്നതിന്, ഗ്രാമങ്ങളെ ഉദ്ധരിക്കുന്നതിന്, ഗ്രാമീണ ജനതയെ വളർത്തുന്നതിന് വേണ്ടി ആജീവനാന്തം പ്രവർത്തിച്ച മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു, പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. മറന്നുപോകുന്ന ഗാന്ധി തത്വങ്ങൾ, മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും അതുപോലെ സഹോദരി സഹോദരങ്ങൾക്കും നമുക്ക് മടങ്ങിപ്പോകാം ഗാന്ധി നൽകുന്ന ആശയങ്ങളിലേക്ക്. ഇന്ത്യയെ രക്ഷിക്കാനായി, ഇന്ത്യ വളർത്തുവാനായിട്ട് ഗാന്ധിയുടെ ആശയങ്ങൾ വളരെ ശക്തിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് നമ്മുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് മെമ്പർ കെ സി വേണുഗോപാലും ഐ സി ബാലകൃഷ്ണനും പരിശ്രമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് രാത്രിക്ക് തീർച്ചയായിട്ടും വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. So once again, thank you very much for coming over here and inaugurating this statue of Mahatma Gandhi. And God bless you and God be with you always. And we say that you must come up in our nation as a great leader. And you are a great leader. You will again come up. And that is what our prayer. Thank you. God bless you. Thank you, Most Reverend Dr. Varghese Tagalekal. We are blessed with your warm and lovely words. The blazing sun of Indian democracy, aspiration and expectation of 130 crore Indians
Wayanad experienced his love and care during Puthumala tragedy and COVID-19 pandemic. Now I cordially invite Honorable Wayanad MP Mr. Rahul Gandhi to inaugurate this function. Let us pay attention to his words of wisdom. Please, sir. Most Reverend Dr. Verghese Chakalakal, K.C. Venugopal ji, I.C. Balakrishna ji, Dr. Jensen Putan ji, Reverend Johnson Agarev ji. Brothers and sisters, friends, I'd like to welcome all of you here today. വേദിയിലെ അഭിനന്ദ പിതാവടക്കമുള്ള ബഹുമാനങ്ങൾക്കും സദസ്സിലെ മുഴുവൻ ആളുകൾക്കും എന്റെ വിനീതമായിട്ടുള്ള സ്വാഗതം. It is an honor for me to come here and inaugurate this wonderful statue of Mahatma Gandhi, the father of our nation, the individual who showed us the way forward when we were struggling. നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ് വലിയ സമര കാലഘട്ടത്തിൽ നമുക്ക് വഴികാട്ടി തന്ന മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ അതെനിക്കൊരു ബഹുമതിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. And I would also like to congratulate T. Lakshmanan ji, who has helped create this statue. ഇത് ഈ പ്രതിമ ഉണ്ടാക്കുന്നതിന് സഹായിച്ച ശ്രീ ലക്ഷ്മണനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. And who is an alumni of this institution. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. Obviously, he received wisdom and great education from this institution, and that is why he has helped put the statue there. തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിലൂടെ ലക്ഷ്മണന് വിദ്യാഭ്യാസം മാത്രമല്ല ശരിയായ വിവേകവും ജ്ഞാനവും ലഭിച്ചിട്ടുണ്ടെന്നുള്ള തെളിവ് കൂടിയാണ് ഇത്തരമൊരു തീരുമാനം ലക്ഷ്മൺ എടുത്തതിലൂടെ മനസ്സിലാക്കുന്നത്. And a very easy way to understand whether an institution is effective, whether an institution is doing a good job, is to look at how the alumni of that institution treat that institution. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു വിദ്യാലയം എത്ര നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ഏത് രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലൂടെ കഴിയുമെന്നാണ് യാഥാർത്ഥ്യം. So this statue is a symbol not just of Mahatma Gandhi ji, but also of the great work that this institution has done and the tremendous help this institution has given to thousands of youngsters. അതുകൊണ്ട് തന്നെ ഈ പ്രതിമ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ പ്രതീകം മാത്രമല്ല, ഇതിലൂടെ പ്രതീകമായിരിക്കുന്നത് ഈ വിദ്യാലയം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസപരമായ സേവനങ്ങളും അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയ സംഭാവനകളും കൂടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം പറയാം. And when we look at the statue, for us, of course, the man Mahatma Gandhi is important. നമ്മൾ ഈ പ്രതിമയെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് നമ്മൾ. So the physical being Mahatma Gandhi is of course important. മഹാത്മാഗാന്ധിയുടെ ഒരു വ്യക്തമായിട്ടുള്ള പ്രതിമയാണ് അവിടെ ഉള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. But for us, much more important than the physical being, than the person Mahatma Gandhi, are the actions that he did. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയിലൂടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നതിനപ്പുറത്ത് മഹാത്മാഗാന്ധിയുടെ നയങ്ങള് പരിപാടികളെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലൂടെ We respect him for the ideas he defended. നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം ഏത് രീതിയിലാണ് ഇന്ത്യൻ ജനസമൂഹത്തിന് മുന്നിൽ വെച്ചത്, And also for the ideas against which he fought. അദ്ദേഹം പോരാടിയ ആശയങ്ങൾക്കെതിരായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ്. And the way he fought. ആ പോരാട്ടത്തിന്റെ മാതൃക ഏത് രീതിയിലാണ് പോരാടിയത് കൂടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. And there are parallels between Mahatma Gandhi and the great Jesus Christ. ഒരുപാട് സമാനതകളുണ്ട് മഹാത്മാഗാന്ധിയിലും ജീസസ് ക്രൈസ്റ്റിലും. The way they fought, they did not use violence. അവരുടെ രണ്ടുപേരുടെയും പോരാട്ടത്തിന്
ഒരിക്കലും ഹിംസ കടന്നു വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. They sacrificed themselves for ideas they considered bigger than themselves. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞു വെച്ച് ത്യാഗം ചെയ്തവരാണ് രണ്ടുപേരും എന്നുള്ളത് നമുക്കെടുത്ത് പറയാൻ സാധിക്കും. And in fact, Mahatma Gandhi took guidance from Jesus Christ. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ഒരു നേർവഴി സ്വീകരിച്ചത് ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. He took guidance from all the great religions, from the Bible, from the Gita, from Islam, and he took all the ideas that he found valuable from them. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും, ബൈബിളിൽ നിന്നായാലും ഖുറാനിൽ നിന്നായാലും ഗീതയിൽ നിന്നായാലും എല്ലാത്തിൽ നിന്നായും ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. So he was defending older ideas, അദ്ദേഹം ന്യായീകരിക്കുന്ന പഴയ ആശയങ്ങൾ, പഴയകാല ആശയങ്ങളായിരുന്നു. and he was defending the idea of humanity. മനുഷ്യത്വത്തിന്റെ ആശയങ്ങളെയാണ് അദ്ദേഹം പൂർണ്ണമായും ന്യായീകരിച്ചിരുന്നത്. For me, coming to Wayanad and talking to you is always a pleasure. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വരിക, നിങ്ങളോടൊപ്പം സംസാരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. You are saying to me that you are proud of the work I do. നിങ്ങൾ പറയുന്നതിനോട് നിങ്ങൾ എന്നിൽ അഭിമാനം കൊള്ളുന്നത് ഞാൻ എന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ. You are saying to me that I defend certain ideas. നിങ്ങൾ പറയുന്നു ഞാൻ ചില കാര്യങ്ങളിൽ ചില ആശയങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. But what you did not say is the inspiration that I get from you. അത് നിങ്ങൾ ഒരു കാര്യം പക്ഷെ പറയുന്നില്ല, എനിക്ക് ഇതിനൊക്കെ പ്രചോദനം കിട്ടുന്നത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നില്ല. What you did not say is how you live your lives with respect, with compassion to other people. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് പറയുന്നില്ല. നിങ്ങൾ എത്രമാത്രം സ്നേഹത്തോടെയും സാഹോദര്യത്തോടും കൂടിയാണ് നിങ്ങൾ പരസ്പരം ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറയുന്നില്ല എന്നതാണ്. We have multiple different ideas in Wayanad. നമുക്ക് വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് വ്യത്യസ്ത ആശയങ്ങൾ ഇവിടെയുണ്ട്. Different political ideologies, വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുണ്ട്, different religions. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആശയങ്ങളുണ്ട്. But the sentiment that I felt from the first day I came ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ടുള്ള കാര്യം is that the people of Wayanad have mutual respect for each other. ഇവിടുത്തെ ജനങ്ങൾക്ക് പരസ്പര ബഹുമാനം ഉണ്ട്, എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്നവരാണെന്നതാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധയിൽപ്പെട്ട കാര്യം. And I saw that it was a tragedy, but I got to see it firsthand in the floods and the landslides that took place here. ഇവിടെ പുത്തുമലയിലും ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ വന്ന സമയത്ത് അതൊരു വേദനാജനകമായ സംഭവമായിരുന്നു. പക്ഷെ ആ വേദനയുടെ സന്ദർഭത്തിലും മനുഷ്യർ എങ്ങനെ കൈകോർത്ത് പിടിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് കാര്യം. It did not matter whether an injured person was a Hindu, a Christian, Muslim or a Sikh. He was a human being. ഒരു വയസ്സായ മനുഷ്യനും അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, മുസ്ലിം ആകട്ടെ, അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. When a person's house was destroyed, a human being's house was destroyed. ഒരു ആളുടെ വീട് നശിക്കപ്പെട്ടു പോയാൽ അത് മനുഷ്യന്റെ വീടാണ് നശിക്കപ്പെട്ടു പോയെന്നുള്ള സങ്കല്പമാണ് നമുക്കുള്ളത്. And the people of Wayanad embraced everybody. വയനാട്ടിലെ ജനങ്ങൾ എല്ലാവരെയും അങ്ങനെ ആ രീതിയിൽ കാണുന്നവരാണ്, ആ രീതിയിൽ സ്വീകരിക്കുന്നവരാണെന്നുള്ളതാണ്. So you're the ones who give me the inspiration to do what I do. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുമാണ് എനിക്ക് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ നൽകിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രചോദനം നൽകിയതെന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. And so for that I would like to thank you. അക്കാര്യത്തിൽ നിങ്ങളോട് പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I cannot conclude my speech without mentioning the work that the church does. നമുക്കറിയാം, എനിക്ക് ഈ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ചർച്ചസ്, നമ്മുടെ പള്ളികൾ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചാണ്. Today you have been attacked. നിങ്ങൾ എന്ന് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. The atmosphere of the country is one of fear. ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ പലപ്പോഴും ഭയത്തിന്റെ അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. But no one can take away the tremendous work that you have done. ഈ സമൂഹം, ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ പുരോഹിതന്മാർ
ക്രൈസ്തവ ആരാധനാലയങ്ങൾ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയില്ല, മാറ്റിപ്പാർക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. No one can take away the millions of young children we have educated. എത്രയോ ചെറിയ ചെറിയ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിന്റെ പാതയിലൂടെ നയിച്ചത് ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയില്ല, മാറ്റിവെക്കാൻ കഴിയില്ല. No one can take away the millions of lives that you have transformed and helped. നിങ്ങൾ ആരോഗ്യ പരിപാലനത്തിലൂടെ എത്രയോ പേരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചത് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. I am confident that you will continue to do this good work ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു, നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നുള്ളത്. and continue to transform the lives of youngsters. യുവാക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. I would like to once again thank everyone for this function and repeat that it is an honor for me to come here today. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. Thank you. നന്ദി. Our great parliamentarian who believes that a politician need to be with people. Thank you for your inspirational words. With respect, I invite Honorable MP Mr. K.C. Venugopal, AICC Secretary, to felicitate the gathering. Warm welcome. ബഹുമാന്യ രാഹുൽജി, അഭിനന്ദന പിതാവടക്കമുള്ള നേതാക്കളെ, ഒരു പ്രസംഗമില്ല, വളരെ ലേറ്റാണ്. അഭിനന്ദന പിതാവിന്റെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ഈ ലളിതമെങ്കിലും പ്രാധാന്യമേറിയ ചടങ്ങിൽ പിതാവിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ വന്ന് പ്രത്യേകിച്ച് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽജിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അനുഭവമുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞു. അതുകൊണ്ട് സാമീപ്യം രാഹുൽജിക്കും വളരെ സന്തോഷം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂളിന്റെ 85 വർഷത്തെ പാരമ്പര്യമുള്ള മഹത്തരമായ വിദ്യാലയം കാണിച്ചു കൊടുത്തിരിക്കുന്ന ഈ പാത ഗാന്ധിയിലേക്ക് മടങ്ങാൻ പിതാവ് പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നമുക്കെല്ലാം ഒരു പാഠമാണ്, ഒരു സന്ദേശമാണത്. അത് നമുക്ക് നമ്മുടെ തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. Thank you, sir, for your valuable words. With respect, I invite Honorable Sultan Bathery MLA, Mr. I.C. Balakrishnan, to felicitate the gathering. The price of success is hard work, dedication and determination. We are happy to inform you that it is our former student, Mr. Lakshmanan, who made this beautiful sculpture honored in this venue. I request Mr. Lakshmanan to come up on the stage to accept the memento. I humbly request Honorable MP Rahul Gandhi to give away the memento. Thank you, Honorable MP Rahul Gandhi and Mr. Lakshmanan. Mrs. Flority sir, who is retiring from her 34 years of teaching career, is honored at the venue. We would like to honor Mr. Rahul Gandhi, who found time for our school even in his busy political life. Now I request Master Dr. Varghese Takalekal to hand over our token of love.